ഹലോ ഹലോ, ഇത് കണ്ടോ നമ്മുടെ അയോധ്യയുടെ ഒരു നിശ്ചല ദൃശ്യമുണ്ടാക്കിയിരിക്കുകയാണ് വണ്ടിയിൽ. എങ്ങനെയല്ല, എന്ത് രസമായിട്ട് ഉണ്ടാക്കിയിരിക്കണറിയോ, ശരിക്കും അമ്പലം മാതിരി കണ്ടോ, ഉള്ളിലേക്കെല്ലാം പോണ. ഇപ്പോൾ പറയാൻ ഇപ്പോൾ തുറന്നിട്ടല്ലേ ഉള്ളൂ അമ്പലം അല്ലേ, അതിൻ്റെ മുമ്പേ ഉണ്ടാക്കി. അപ്പോൾ ഇതാ ഇത് ഈ കിഴക്കുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മളുടെ ആ ഒരു സൈഡിൽ നിന്നുള്ള വേലയാണ് കേട്ടോ, പോയിക്കൊണ്ടിരിക്കുകയാണ് കാവിലിക്ക്. അത് ഒരാൾ ബോധം പോലും ഇല്ല, ദേവിയാണെന്നാണ് സങ്കല്പം. അപ്പോൾ അതാ ഗംഭീര ഡാൻസ്. അപ്പോൾ ഞാൻ എടുക്കേണ്ടതെന്ന് കണ്ടപ്പോൾ നല്ല ഡാൻസ്, കയ്യിൽ മൊബൈലൊക്കെ പിടിച്ച ദേവിയാണ് കേട്ടോ. ഇതാ വിഷ്ണു ഉണ്ട്, വിഷ്ണുവിൻ്റെ ഒരു ഇത് വേഷം. അപ്പോൾ അത് അവിടെ അങ്ങനെ കണ്ടോ, ആ ഡോള് അവർ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശബ്ദം കൂടാൻ വേണ്ടിയിട്ടേ, അല്ലെങ്കിൽ തന്നെ ചെവി പൊട്ടുണ്ട്. ഇനിയിപ്പോൾ ശബ്ദം കൂടി കിട്ടി എന്താവും സ്ഥിതിയില്ലേ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇനിയിപ്പോൾ അയോധ്യ കണ്ടില്ലേ, അവിടെ നിന്നിട്ട് അവിടെ എല്ലാവരും കൂടി ആ ഒരു ഓരോരോ വലിയ വലിയ കവലയിൽ നിന്നിട്ട് അല്ലേ, നാലും കൂടിയ മുക്കിൽ നിന്നിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ അത് ഞാൻ നേരെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാവിലിക്ക്. അപ്പോൾ അവിടെയാണ് നോക്കൂ ഇങ്ങനത്തെ ഒരു പരിപാടികൾ കണ്ടില്ലേ. മുമ്പൊക്കെ ഈ കുമ്പക്കളിയും തട്ടുപ്പുക്കുത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് കേട്ടോ, ഞാൻ ഇങ്ങനെയൊന്നും തുടങ്ങിയതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, കഥകളിയുടെ മാതിരിയാണ്, പക്ഷേ ഡാൻസ് ഈ കൂട്ടിനനുസരിച്ചിട്ടാണ് എന്ന് മാത്രം കണ്ടില്ലേ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് അവരുടെ മുഖമൊന്നും കാണാനില്ല. ഞാൻ മറ്റേ സൈഡിൽ പോയി നോക്കട്ടെ കേട്ടോ, അവരുടെ മുഖമൊന്ന് കാണാൻ വേണ്ടിയിട്ടേ. എൻ്റെ കാര്യം ഒന്ന് കാണണമല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നൂണ് അപ്പുറത്തേക്ക് എത്തട്ടെ ഞാൻ. ഇതാ കണ്ട, അവർ ഇങ്ങനെയാണ് ഇവരുടെ ഈ വേഷങ്ങൾ കേട്ടോ. ഇങ്ങനത്തെ ഒരു ഡാൻസ് കുടുംബം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് ഇവിടുത്തെ ഡാൻസ്. അപ്പം ഞാൻ ഈ മുക്കുന്ന് എനിക്ക് എൻ്റെ 2 ഫ്രണ്ട്സിനെ കിട്ടി. അപ്പം ഞാൻ അവരെയും കൂട്ടിയിട്ട് കാവിലിക്ക് പോവാണ് കേട്ടോ. അവർ ശരിക്കും കാവിലിക്കൊന്നും പോകാൻ നിന്നതല്ല, അവരൊക്കെ തിരക്കല്ലേ. അവർ ഇവിടുന്ന് തന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്നാൽ മതി, എല്ലാം പോണത് കാണാം. അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കരുന്നു, പക്ഷേ ഞാൻ അവർ വിട്ടില്ല. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത് കണ്ടില്ല, ഹലുവയും മുറുക്കും പിന്നെ പൊരിയും എല്ലാം അല്ലേ. ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ വാങ്ങാം. വേലയ്ക്ക് വന്നു എന്നുള്ളൊരു ഇത് വേണമല്ലോ. അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പ് തിരകളുടെ ആ കിരീടം എടുത്തിട്ട് ഇതാ പോണു കണ്ടോ ആൾക്കാരെ. അവരുടെ കളി കഴിഞ്ഞു തോന്നുന്നു കാവിലേ. അപ്പോൾ ഇതാ വേറൊരു ഗ്രൂപ്പ് അവിടേക്ക് തിരിയണ ഭാഗത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, ഡാൻസ് കണ്ടില്ലേ. ഈ തിറ എന്ന് പറയുന്നത് ഭഗവതിയുടെ ഒരു രൂപപ്രതിരൂപമായിട്ടാണ് നമ്മൾ തിറ. ഇവരുടെ കൂടെയുള്ള ഭൂതഗണങ്ങളും അങ്ങനെയാണ് തറയും പൂതനും എന്ന് പറയുക കേട്ടോ. അറിയാലോ അല്ലേ, ഈ വള്ളുവനാടൻ ഈ സൈഡിലുള്ളവർക്കൊക്കെ അറിയാം. വേറെ എവിടെയും ഇങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നാണ് കേട്ടിരിക്കുന്നത്. കണ്ടില്ലേ, അതിൻ്റെ ആ വെയിറ്റ് കാരണം. കണ്ട എല്ലാവരുടെയും ഇങ്ങനെ നിന്ന് ഡാൻസ് കളിച്ചിട്ട് ഇവരിപ്പോൾ ഒരാഴ്ചക്കായിട്ട് ഇവിടുത്തെ ഈ തട്ടകത്തിലത്തെ എല്ലാവരുടെയും വീട്ടിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു പ്രത്യേക സമുദായത്തിനാണ് കേട്ടോ, മണ്ണാൻ സമുദായത്തിനാണ് ഇതിനുള്ള അർഹത, ഈ ഒരു വേഷം കെട്ടാനുള്ളത്, പൂതനും തറയും കെട്ടാനുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടേ അതിൻ്റെ വെയിറ്റ് ഇപ്പുറത്തും ഇപ്പുറത്തും കണ്ടോ, 2 സൈഡിൽ ആ മുണ്ട് വെച്ചിട്ട് അവർ അതിനെയാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിടിച്ചിട്ടുള്ള ഇതാണ്, അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അവർ ഇവിടുന്ന് ഇതാ നടന്ന്, പൂതനുകളും ഉണ്ട് കേട്ടോ, പൂതൻ കുട്ടികൾ പിന്നിൽ നടക്കണ്ടേ. അപ്പം ഞങ്ങളങ്ങനെ നടന്നതാ അമ്പലത്തിൻ്റെ കാവിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇവിടെ വന്നിട്ടില്ല, വേല വരാൻ പോണേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര കമ്മി തിരക്ക്. ഇനി അങ്ങോട്ട് കൂടും. അപ്പം ഞങ്ങൾ എത്തിയ സമയം കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് വന്ന് കളിക്കേണ്ട തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ചൂടുള്ള വെയിലും ഒക്കെ ഉണ്ട്, മാറിയിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ കുതിരകൾ വരുന്നുണ്ട് കേട്ടോ അവിടുന്ന്. ഇത് അച്ഛൻ്റെ തറവാട്ടിലത്തേക്കാണ് ആ കുതിരകൾ. അങ്ങനെ അവരുടെ കുറച്ച് പേരുടെയാണ് കേട്ടോ. ആ പൂതനുകൾ നിൽക്കണു, തറയും വേറെ കേട്ടോ, വേറെ ഗ്രൂപ്പാണ്, നമ്മൾ കണ്ടവരല്ല, അവരൊക്കെ വരാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഈ കുതിരകളൊക്കെ കാണുമ്പോണ്ടല്ലോ, ഈ കാണുന്നതാണ് കൂത്തുമാടം. ഇവിടെയാണ് ഇപ്പോൾ പാവക്കൂത്ത് നടന്നുകൊണ്ടിട്ടുണ്ടായിരുന്നത്. 1.5 മാസം മുമ്പേ തുടങ്ങും. ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഇന്നലെ വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ കൂത്ത് താലപ്പൊലി നടത്തുക. കണ്ടില്ലേ, അതാണ് അതിൻ്റെ മുകളിലാണ് പാവക്കൂത്ത് നടത്തുക. അപ്പോൾ ഇത് എന്താ അറിയോ, ഞാൻ കിട്ടില്ലേന്ന് വിചാരിച്ചു, ഇപ്പം ഇല്ല എന്നാണ് എൻ്റെ ഒരു എല്ലാവരും പറഞ്ഞത്. ഇതാണ് പാനകം. ഇത് ശർക്കരയും ഏലക്കയില്ല, ശർക്കരയും ചുക്കും ജീരകവും ഇതെല്ലാം കൂടി ഇതാക്കിയിട്ട് ഒരു വെള്ളം ഇതാകണ്ട. ഇതെനിക്കുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇത് മോഹമാണെന്ന് പറഞ്ഞപ്പോൾ വേഗം അച്ഛനെയൊക്കെ അറിയണവരെ മുമ്പ് ഇതാണ് പാനകം കലക്കാനുള്ള ഇതുണ്ടായിരുന്നത് കേട്ടോ. വലിയ കല്ലിൻ്റെ കേട്ടോ, ഒറ്റ കല്ലിൻ്റെ ഒരു ഇതാണ് പാത്രം മാതിരി കണ്ടില്ലേ, അതാണ്. ഇപ്പോൾ അതല്ല, അതൊക്കെ മാറ്റി വെച്ചിരിക്കണു. ഇപ്പോൾ വേറെ വലിയ വലിയ പാത്രത്തിൽ. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ ഇല്ല എന്നാണ്. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം കണ്ടോ,
മുമ്പ് അച്ഛനൊക്കെ ഉള്ളപ്പോഴേ അച്ഛനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇത് കലക്കണതിന് മുമ്പ് അവർക്കൊക്കെ പാത്രത്തിൽ കൊടുക്കും. എന്നിട്ട് പിന്നെ ഈ കൂത്തുതാലപ്പലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അച്ഛൻ അതുകൊണ്ടാണ് വരിക. അതിങ്ങനെ കിട്ടാൻ വേണ്ടി ഇരിക്കും ഇങ്ങനെ നമ്മൾ. എന്നിട്ട് അതിൽ വെള്ളം ചേർത്തിട്ട് കുടിക്കുക ചെയ്യുക. ഇതിപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ട് എന്നിട്ട് പിന്നെ അച്ഛനെ അറിയുന്ന ഒരാൾ വേഗം എനിക്കൊരു കുപ്പിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ എന്താണ് ആഗ്രഹം കണ്ടിട്ട്. കടൽ ഇതാണ് കാവിൻ്റെ ഉള്ളിലേക്കുള്ള ദൃശ്യം. ഇതാണ് അതാ അവിടെയാണ് കേട്ടോ ഭഗവതി ഇരിക്കുന്നത്. അതോ കൊണ്ട് ആൾക്കാർ നിൽക്കുന്നത് കണ്ടില്ലേ? അവിടെയാണ് നമ്മളുടെ മുത്തിയാണ്, മുത്തശ്ശി. അല്ലാണ്ട് അമ്മയും കൂടിയല്ല കേട്ടോ, അമ്മ രൂപം കൂടിയല്ല, മുത്തിയുടെ രൂപമാണ്, മുത്തശ്ശിയുടെ. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് മുമ്പൊക്കെ ആകെ അമ്മയുടെ നിന്ന് ചീത്ത വെക്കാണ്ടിരിക്കുക ഈ കാവിൽ വന്നാലാണ്. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികളെ ഒന്നും ചീത്ത പറയാൻ പാടില്ല പറയും. മുത്തിയല്ലേ. ഇതാ വന്നു നമ്മൾ കണ്ടില്ലേ ആ തെറയുടെ ഗ്രൂപ്പുകൾ വന്നു കേട്ടോ. ഇവരാണ് ദേവിയുടെ പ്രതിരൂപമാണ്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ എന്നെ കാണിച്ചില്ല എന്ന് വേണ്ട അല്ലേ? കണ്ടോ വിയർത്ത് കുളിച്ച് എന്താ ചൂടറിയോ, കത്തുകയാണ് നമ്മൾ. എന്നാലും വേണ്ടില്ല അല്ലേ? അച്ഛനൊക്കെ ഉള്ള സമയം തോന്നി ഇങ്ങനെ. ആ കുതിരകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അവരുടെ തറവാട്ടിലത്തെ കുതിരയുടെ മുമ്പിലേ. കണ്ടോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വെളിച്ചപ്പാട് തിരിച്ചു വരികയാണ്. ഈ കുതിരയൊക്കെ പുറപ്പെടുമ്പോൾ അവരുടെയൊക്കെ കൂടെ നിൽക്കണതാണേ. അപ്പോൾ കുറേ നേരമായിട്ടുണ്ടാവും ഇപ്പോൾ അവിടുന്ന് പുറപ്പെട്ടിട്ടേ. അപ്പോൾ ഇനി അരി എറിയലൊക്കെയാണ് കേട്ടോ. ക്ഷീണം ഉണ്ടാവും, കാരണം രാവിലെ തൊട്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ ഇത് എല്ലാവർക്കും വളമ്പിൽ പണം വയ്ക്കലും ഒക്കെയാണ്. അപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ പണി കഴിഞ്ഞു ഇന്നത്തോടെ. അല്ല, ഇപ്പോൾ കുറേ ദിവസമായിട്ട് പരിപാടി തന്നെയാണ് ഇവിടെ. കൂത്ത് തുടങ്ങിയതിൻ്റെ ശേഷം അധികവും പരിപാടികൾ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇതാ പഞ്ചവാദ്യക്കാരൊക്കെ കയറി വരുന്നു. ഇവരൊക്കെ കുതിരയുടെ കൂടെ ഇത്ര നേരം കൊട്ടിയതാവും. തുടങ്ങിയിട്ടുണ്ടാ പറയുമോ, തുടക്കം ഇപ്പോൾ ഒരു 2 മണിക്കൊക്കെ അവിടെ പരിപാടി തുടങ്ങിയതാവും. എന്നിട്ട് മെല്ലെ മെല്ലെ വിരൽ കൊട്ടിയിട്ട് നായർ വീട്ടിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ്. ഞാൻ മുമ്പ് ഈ നായർ വീടൊക്കെ ഒന്ന് കാണിക്കണം വിചാരിച്ചതാ. കൂത്ത് സമയത്ത് വന്നിട്ട് പറ്റിയില്ല. ഈ ചൂട് കാരണം പുറത്തിറങ്ങാൻ തോന്നിയില്ല, സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചവാദ്യക്കാർ വന്നു. ഇനി കുറച്ച് നേരം പഞ്ചവാദ്യം കേൾപ്പിക്കാം കേട്ടോ ഞാൻ. എൻ്റെ ശബ്ദത്തിനേക്കാളും രസം പഞ്ചവാദ്യമല്ലേ. വെയിൽ കൊണ്ടിട്ട് ആകെ കൂടി കറവറേതിൻ്റെ ശബ്ദം. അപ്പം ഇതെല്ലാവരും കയറി വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു പഞ്ചവാദ്യം. എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം കേട്ടോ, നിർത്തിപ്പോരുത് കേട്ടോ വഴിയിൽ. പഞ്ചവാദ്യം നോക്കി നിന്നപ്പോഴേക്കും ഇവിടെ കുതിരകളി തുടങ്ങി. കണ്ടോ എത്ര ഉയരത്തിൽ ഏത് കുതിരയാണ് ഉയരത്തിൽ ചാടുകയെന്ന് കണ്ടോ. പിന്നിലേക്ക് ഇങ്ങനെ പോവുക, ഹോയ് ഹോയ് പറഞ്ഞിട്ട് ചാട്. നല്ല രസമില്ലേ കാണാൻ? ഒരു ഗ്രൂപ്പ് ഉയരത്തിൽ ചാടി അതിൻ്റെ ഇരട്ടി ഉയരത്തിൽ അവർ ചാടും. മറ്റേ കുതിര അങ്ങനെ 3 വലിയ കുതിരയാണ് കണ്ടോ. അതൊക്കെയാണ്. ഇവിടെ ആന ഉണ്ടാവില്ല കേട്ടോ. ആനയെ പേടിയത്രേ. ഭഗവതിക്ക് ആനയെ പേടിയാന്നാണ് പറയുക. അത് കാരണം ആനയില്ലാത്ത വേലയാണ്, ആനയില്ലാത്ത പൂരമാണിത്. മുമ്പൊക്കെ കമ്പിളി ആനയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതും ഇല്ല, ഒന്നുമില്ല. വേണ്ട ചാടണു ചെരീനും ഉണ്ട് ആൾക്കാരെല്ലാവരും കൂടി. അവരല്ലേ ചാടണത്, കുതിരയല്ലല്ലോ. അപ്പം ഇതാ ചാടിക്കഴിഞ്ഞു, അവരങ്ങോട്ട് പോവാണ് കേട്ടോ. പാവം തോന്നും, പക്ഷേ തിരിച്ചു പോവില്ല. ആൾക്കാരെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുതിരകളുടെ പോക്ക് കണ്ടു. പാവം അങ്ങനെ പോവും, തിരിഞ്ഞു നോക്കാം അവൻ്റെ പോവും. 3 ആളും കണ്ടോ. ഇനി വരണ കൊല്ലത്തേക്കല്ലേ. ഇനി ഇവരുടെ തലയെ കഴിച്ചിട്ട് ആ തറവാടുകളിൽ തന്നെ സൂക്ഷിക്കും ഓരോ എല്ലാ കുതിരകളെ. ഇനി വരണ കൊല്ലം ഇവരെ കെട്ടിയൊരുക്കുള്ളൂ കേട്ടോ. കണ്ടോ പോണത്. അമ്മേ അവിടെ പോയിട്ട് അത് അവിടെ നിന്നിട്ടും അതെന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഭഗവതിയുടെ മുമ്പിൽ നിന്നിട്ട് ചെയ്തു. ഇനി എന്താണ് അപ്പുറത്ത് പോയിട്ട് 3 ആളും കൂടി ചാടുന്നുണ്ട്, അതെന്താണെന്ന് മനസ്സിലായില്ലേ. ഇനി ആദ്യം ഇവിടെ കഴിഞ്ഞു, കുതിരകളി കഴിഞ്ഞു കേട്ടോ. ഈ 3 പേരാണ് ഭഗവതി കുതിരകൾ. എന്താ കേട്ടോ അവിടെ നിന്നിട്ട് ചാടുന്നു ആറ്റത്ത്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ ഇങ്ങനെ ആൾക്കാരും ഉന്തം പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ പിന്നെ പഞ്ചവാദ്യം.
അങ്ങനെ വേല കാണാത്തവർക്കൊക്കെ കണ്ട ഫീല് വന്നു. അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. കണ്ടോ, മണ്ണൂർ ശ്രീ കൈമക്കുന്നത്ത് കാവ്. ഈ കൈമക്കുന്നത്ത് കാവിൻ്റെ ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഇതുണ്ട് കേട്ടോ, കഥകളുണ്ട്, കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, കൈമൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം സമുദായക്കാരൻ്റെ അവരുടെ സംബന്ധിച്ചിട്ടുള്ളൊരു കഥ. പിന്നെ കൈമുക്കു മനയാണ് ഇവിടുത്തെ തന്ത്രികൾ, കൈമുക്കു മനയിലത്തേണ് അങ്ങനെ വന്നതാണ് പേര് എന്ന് പറയുന്നുണ്ട്. ഒരു പിടിയില്ല. അപ്പോൾ ഇതാകണ്ടോ ഡബിൾ കാളകൾ വന്നു. നമ്മളവിടുന്ന് കണ്ടവരാണ് ഒക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇത് അവിടെ വേറൊരു ടാബ്ലോ ടൈപ്പ് ശിവൻ എന്താണ് ഗണപതി കാവൽ നിൽക്കുകയാണ്. എന്താണ് പാർവതി കുളിക്കുമ്പോൾ അങ്ങനെ ശിവൻ വരികയാണ്, ഉള്ളിൽ കിടക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കഥയൊക്കെ ആയിട്ട് ഇത് കണ്ടില്ലേ, കഴുത്ത് ശൂലം കൊണ്ട് കുത്തിയിട്ട് ഇതാക്കി കളയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ആ മുകളിലൊരാൾ നിൽക്കുന്നുണ്ട്. അതാണ് എനിക്ക് പിടികിട്ടാത്തത്. ശിവനും ഗണപതിയൊക്കെ ഉള്ളത് കൊണ്ട് മുകളിലൊരാൾ ഇത് നോക്കി നിൽക്കുന്നുണ്ട് ഈ വണ്ടിയിൽ. അതൊക്കെ പിടിച്ച് നിൽക്കുന്ന ആളായിരിക്കും, പക്ഷെ അങ്ങനെ നോക്കി നിന്ന് നമ്മൾ അയളയില്ലേ കാണുക. കാളകളി കഴിഞ്ഞിട്ട് പോണു. ഇരട്ടക്കാളയിൽ നല്ല ഭംഗിയുള്ള ഇരട്ടക്കാള കേട്ടോ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ ഒരു ഭയങ്കര വലിപ്പം തോന്നും മുഖമൊക്കെ. ഇത് കാളയുടെ മുഖം നല്ല പാകം. ഇതാണ്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇത് കളിക്കുക, അത് കഴിഞ്ഞാൽ പോവുക. വേണ്ടില്ലേ, ഇത് താലികെട്ട് കല്യാണ പന്തൽ ഞാൻ കാണിച്ചില്ലേ, ഇതാണ് ഈ കല്യാണ മണ്ഡപം ടൈപ്പ്. എൻ്റെ ചേച്ചി എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കെട്ടിയതാണ് കേട്ടോ, അച്ഛൻ മരിച്ചപ്പോൾ. ഇത് ഈ കണ്ടിട്ടില്ലേ ഷീറ്റിടലും ഒക്കെ നടത്തിയത്. അല്ലെങ്കിൽ ചേച്ചി ഭയങ്കര വിശ്വാസമാണ് നമ്മളുടെ എല്ലാ കണ്ടില്ലേ അച്ഛൻ്റെ പേര്. അപ്പോൾ മുമ്പേ അതെ നടന്നു വരുമായിരുന്നു. ഞങ്ങളുടെ ഒരു 4-5 ബസ് സ്റ്റോപ്പ് അപ്പുറമാണ് കേട്ടോ ഞങ്ങളുടെ ശരിക്കും വീട്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ വീടാണ്. അപ്പോൾ ഇങ്ങോട്ട് നടന്നു വരുന്ന അത്ര ഭക്തിയായിരുന്നു. ഇപ്പോഴും എന്താണ് വേറെ സ്ഥലത്ത് താമസമാക്കിയിട്ട് പോലും ഇവിടുത്തെ അമ്പലത്തിൻ്റെ കാര്യത്തിന്, കാവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാത്തിനും ആൾ നിൽക്കും. അങ്ങനെയൊക്കെയാണ് ചേച്ചിയൊക്കെ. അപ്പം അങ്ങനെ പഞ്ചവാദ്യമൊക്കെ കണ്ടു, രസിച്ചു തോന്നുന്നു അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് ഇതിൻ്റെ കഥകളുണ്ട്. ഞാൻ മുമ്പേ വിചാരിച്ചിരുന്നു ഈ കൂത്ത് തുടങ്ങിയ സമയത്തേ കൂത്തൊക്കെ കാണിക്കണം വന്നിട്ട് എന്ന്. അത് നോക്കിയേ വെളിച്ചപ്പാട് കണ്ടോ, ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാനൊന്ന് പോയി അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഒന്ന് തൊഴുതു വന്നു. ഒരു സമാധാനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും രസമായിരുന്നു മുമ്പ്. ഈ പണികളൊക്കെ, ഈ മോഡേൺ പണികളൊക്കെ നടത്തുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന കാവുണ്ടല്ലോ, അതൊരു നല്ലൊരു തന്നെ ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ചീത്ത കേൾക്കില്ല, അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റാണ്. ചീത്ത കേൾക്കില്ല, തല്ലുകൊള്ളില്ല, അല്ലെങ്കിൽ എവിടെ പോയാലും അതിന് നേരമുള്ളൂ. ഇവിടെ അതൊന്നും പാടില്ല എന്നാണ് കണക്ക്. ഭഗവതിക്ക് ദേഷ്യം വരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തൊക്കെ ഒരു ഓർമ്മകളല്ലേ അച്ഛനെയും അമ്മയൊക്കെ. അപ്പം ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഈ മുമ്പിലത്തെ വഴി കൂടെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ അവിടെ എപ്പോഴും വന്നുകൊണ്ടിരിക്കണേ ഓരോരോ ഗ്രൂപ്പായിട്ടേ. അപ്പം നമ്മൾക്ക് പോകാറായി, ഏകദേശം 9 മണിയാവണു. അപ്പോൾ പോയിക്കളയാ വിചാരിച്ച് കാവിൻ്റെ പിന്നിലത്തെ സൈഡിൽ കൂടെ, പിന്നിലത്തെ ഒരു പറമ്പുണ്ട്, അത് കൂടെ വരികയായിരുന്നു. അപ്പം ഉണ്ടല്ലോ അവിടെ തത്തമ്മയെ വെച്ചിട്ടും തത്തമ്മയെ വെക്കാണ്ടിയൊക്കെ കൈ നോക്കണു ആൾക്കാർ. ഭാവി പറയാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ മണ്ണെണ്ണ വിളക്കും വെച്ചിട്ട് ഭാവി പറയില്ല. ഈ ഭാഗത്തേക്ക് ഇലക്ട്രിസിറ്റി ഇല്ല, വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ടാണ് ഇന്നും. അപ്പോൾ അതാ അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കൈ നോക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഒന്ന് തന്നെയാണ് പറയണേ. നല്ലതല്ലേ പറയാൻ പാടുള്ളൂ. അതാ കേട്ടോ എന്നോട് എൻ്റെ കൈ വേണമെന്ന്. എനിക്ക് ഭാഗ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്തെങ്കിലും വേണ്ടേ, കയ്യിൽ രേഖ ഉണ്ടോയെന്ന് പോലും സംശയമാണ്. അങ്ങനത്തെ ആളാണ് ഞാൻ. അപ്പോൾ പിന്നെ അവരോട് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കണ്ടോ എന്തൊക്കെയാ തോന്നണത് പറയുന്നുണ്ട്. 4 കുട്ടികളുണ്ടാവണം, അതിലത്തെ ഒരു കുട്ടിയേ ഉള്ളൂ, എന്തൊക്കെയാ പറയുന്നുണ്ട്. എല്ലാവരോടും ഒന്ന് തന്നെ പറയുക. അതുകൊണ്ട് പിന്നെ ആ ഒരു സമാധാനമുണ്ട്. കണ്ടോ ഭയങ്കര എന്താണ് തറവാടിന് നല്ലതാവും അങ്ങനെയൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അവരാണെങ്കിൽ ഞാൻ ഇതെടുത്തോട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ കൈ നോക്കാനിരുന്നത്, അത് വേറെ കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ് പൂരം.
അപ്പം എന്നാൽ ശരി, നമ്മൾ തിരിച്ചു പോകാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ കൈ നോക്കലൊന്ന് കഴിഞ്ഞിട്ട് വേണം അവിടെ നിന്ന് എണീക്കാൻ. മുപ്പത്തേക്ക് ചെറി വന്നിട്ട് ശരണമില്ല, എന്താ പറയണത് മുഴുവൻ നുണയണേ. അപ്പോൾ പിന്നെ അപ്പോൾ അത് പോകുമ്പോൾ അവരൊക്കെ തിരിച്ച് പിന്നെയും വരികയാണ്, വേറെ വേല വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയോധ്യയൊക്കെ കണ്ടില്ലേ, ആ ഗ്രൂപ്പാണത്, അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാത്രി ചെയ്ത് കാരണേ വേഷങ്ങളൊന്നും ക്ലിയർ അല്ല, കൊട്ട് മാത്രമേ ക്ലിയർ ഉള്ളൂ. ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ, ഇത്ര വെയിറ്റുള്ള സാധനം തൂക്കി എന്തുമാത്രം അതിൻ്റെ ഇടയിൽ കൂടെ ഡാൻസ് കളിക്കണല്ലേ, ടിങ്. അതാ കണ്ടോ, അപ്പം കണ്ട വിഷ്ണുക്കെയാണ്, അല്ല ഇത് ദുർഗയാണ്, ദാരികവധം അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റേ അവരൊക്കെ വരാൻ പോണേയുള്ളൂ, നമ്മുടെ അയോധ്യ. അതും കൂടി കടന്നിട്ട് വേണേ നമുക്ക് എന്നിട്ടേ വണ്ടി പോകാൻ പറ്റുള്ളേ. അതാ അപ്പം കണ്ട ഇരട്ടക്കാളകളാണ്. അവിടെ കണ്ടതല്ല കേട്ടോ, കാവിൽ കണ്ടതല്ല. പക്ഷേ ഇതിൻ്റെ തല ഭയങ്കര വലിപ്പം. ഇത് ഒരു ലുട്ടാപ്പി ലൈറ്റ്. ഞാനും ഒന്നും ഇങ്ങനത്തെ വയ്ക്കായിരുന്നു, പക്ഷെ കിട്ടിയിലേക്ക് തരുമോ ചോദിച്ചപ്പോൾ കുട്ടിക്കാണെങ്കിൽ പേടിയത് ഞാൻ എടുക്കുമെന്ന്. നല്ല ലുട്ടാപ്പി അല്ലേ, കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് തപ്പി നോക്കുന്നുണ്ട് എൻ്റെ തലയിൽ തന്നെ ഇല്ലേന്ന്. ഇതാ വരുന്നു നമ്മുടെ അയോധ്യ, കണ്ടോ ശ്രീരാമനെയൊക്കെ കണ്ടില്ലേ. ശരിക്കും എന്ത് നല്ല അതിൻ്റെ മോഡൽ അറിയോ ഉണ്ടാക്കിയിരിക്കണേ. രാത്രി ക്ലിയർ ആണോ എന്നറിയില്ല, എനിക്ക് പറ്റുന്ന മതിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ? അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പം എന്നാൽ ശരി കുട്ടികളെ, പോട്ടെ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു അഭിപ്രായം, ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്യുക. ചെയ്തവർക്കൊക്കെ വളരെ വളരെ നന്ദി. അപ്പം എന്നാൽ ശരി, ടാറ്റാ, പിന്നെ കാണാം കേട്ടോ.